That's it? Yeah. You should start taking your skin, you know? Not interested. ആൺകുട്ടികൾ കുറച്ച് സ്കിൻ കെയർ ചെയ്യുന്നതൊക്കെ നല്ലത് തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകെ ഏജ് കൂടുന്ന സമയത്ത് ചെറിയ വയസ്സ് തന്നെ ഏജ് കൂടുതലായിട്ട് തോന്നാനുള്ള ചാൻസ് കൂടുതലാണ്. മെൻ ആയുർവേദിക് സ്കിൻ കെയർ ഹെൽത്ത് ടിപ്സ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കും. പുരുഷന്മാരുടെ സ്കിൻ എന്ന് പറയുന്നത് സ്ത്രീകളുടെ സ്കിന്നിനെക്കാട്ടി 25% തിക്കറാണ്. പൊല്യൂഷൻ എക്സ്പോഷറും സൺ എക്സ്പോഷറും ഒക്കെ വളരെ കൂടുതലാണ്. പിന്നെ റഫ് ആൻഡ് ടഫ് ആയിട്ടുമാണ് നമ്മൾ സ്കിന്ന് യൂസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ഹാർഷ് ആയിട്ടുള്ള ഷേവിങ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണങ്ങൾ കൊണ്ട് സ്കിന്ന് വളരെ ഈസി ആയിട്ട് ഡാമേജ് ആവുന്നുണ്ട്. ഇതിനെ റിക്കവർ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇതിന് റിക്കവർ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഏലാദി തൈലം എന്ന് പറയുന്നത്. ഏലാദി തൈലം നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നിൽക്കും. ഏലക്ക, ചന്ദനം, മഞ്ഞൾ, മഞ്ചിഷ്ടം, കുഷ്ഠം ഒക്കെ ചേർത്തിട്ടാണ് ഈ ഏലാദി തൈലം ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഒരു തൈലാണ്. ഇതിൽ ഏലാദിയും കുഷ്ഠവും ആക്നെ കണ്ടീഷണർ ഇല്ലാതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഷേവിംഗ് ആയിട്ടുള്ള ആക്നെ കണ്ടീഷണർ കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഏലക്കായും കുഷ്ഠവും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടെ ഇതിനകത്തുള്ള മഞ്ഞളും മഞ്ചിഷ്ടവും സ്കിൻ പിഗ്മെന്റേഷൻ കൂടി സ്കിന്നൊരു ഗ്ലോനെസ് തരുന്നുണ്ട്. ചേർത്തിട്ടുള്ള ചന്ദനം നമ്മളെ കൂടുതലായിട്ടുള്ള സൺ എക്സ്പോഷർ കൊണ്ട് നമുക്ക് ഹീറ്റ് അനുഭവപ്പെടുന്നതുകൊണ്ടും സ്വെറ്റ് കൊണ്ടുള്ള അവസ്ഥയെ ബാലൻസ് ചെയ്യാൻ ഈ ചന്ദനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള പുരുഷന്മാരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഏലാദി തൈലം വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഒരു 2-3 തുള്ളി ഏലാദി തൈലം എടുത്ത് നല്ലോണം കയ്യിലിടയിൽ വെച്ച് നല്ലോണം റബ്ബ് ചെയ്ത് അതിനുശേഷം മുഖത്ത് ഒരു 5 മിനിറ്റ്സ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് വെക്കുക. അതിനുശേഷം 20 മിനിറ്റ് ഈ തൈലം വിടുക. 20 മിനിറ്റ് നേരം തൈലം മുഖത്തിട്ടതിന് ശേഷം ചെറുപയർ പൊടി, തൈര്, ഉലുവ എന്നിവ ചേർത്ത് അരച്ചിട്ടുള്ള മിശ്രിതം ഉപയോഗിച്ച് ആ ഓയിൽ കഴുകിക്കളയാം. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള സ്കിന്ന് കുറച്ചും കൂടി ഗ്ലോ ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ ഈ സ്കിന്നുണ്ടാകുന്ന ഡാമേജുകൾ ഇല്ലാതാവുകയും ചെയ്യും. സ്കിൻ കെയറിനെ പറ്റി ഒരു ലെവൽ കൂടുതൽ ചിന്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.